ക്ലാസ്സിലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിശ്വഭാരതി കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് കണ്ടത്? ലാസ്റ്റ് ക്ലാസ്സില് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ യൂണിറ്റ് 1 അല്ലെ, യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ലേൺ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയ ഏതാണ്? The chapter is entitled as The Snake and the Mirror. Okay. Before going to the chapter, ഇതെന്താണ്? എല്ലാവർക്കും അറിയാലേ, ഇതൊരു ചെറിയ കണ്ണാടിയാണ് അല്ലെ. അപ്പൊ ഇതുപോലത്തെ ചെറിയ കണ്ണാടികൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ട് ഇല്ലേ? എല്ലാവരുടെ വീട്ടിലില്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ട് അല്ലെ. അപ്പൊ ഒരു കണ്ണാടിയെങ്കിലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പൊ ഈ കണ്ണാടിയിലേക്ക് നോക്കാത്ത നമ്മൾ ആരുമില്ല അല്ലെ. എല്ലാവരും നമ്മുടെ മുഖം കണ്ണാടിയിലേക്ക് നോക്കാറില്ലേ? കണ്ണാടിയില്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമാണല്ലേ. ചിലരൊക്കെ ഈ കണ്ണാടി പോക്കറ്റ് കൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എപ്പോഴും മുഖം നോക്കാനും സൗന്ദര്യം നോക്കാനും അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു കണ്ണാടിയിൽ നോക്കുന്ന അത്രയ്ക്ക് വളരെ എന്താണ് എന്തോ വലിയ കാര്യമായിട്ടാണ് നമ്മൾ പലരും കാണുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഈ കൊച്ചു കഥയിൽ കാണാൻ പോകുന്നത് അല്ലെ, ഇങ്ങനെ ഒരു കണ്ണാടിയില് ഒരു പാമ്പ് നോക്കി അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഇന്നത്തെ കഥയിൽ നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത്. സോ today we are going to learn about a very different story that's been written by Vaikom Muhammad Bashir. Like Vaikom Muhammad Bashir പറ്റി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? There is no need of saying anything about Vaikom Bashir because you have learned from your small childhood age up to now. അല്ലെ, എന്തെങ്കിലും കഥകൾ നിങ്ങൾ Vaikom Muhammad Bashir പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് Vaikom Muhammad Bashir പറ്റി കുറച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് അല്ലെ, നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ എന്താണ് വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പൂച്ച, പട്ടി അല്ലെ, അതുപോലെ അങ്ങനെ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവില്ല, പക്ഷികളായിക്കോട്ടെ. അപ്പൊ അതുങ്ങളൊക്കെ എന്താണ് ഈ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് അതിന് മുന്നിൽ നോക്കിയിട്ട് ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? എന്ത് രസകരങ്ങൾ ഇങ്ങനെ വന്ന് കാണിക്കുന്നതാണ്. അപ്പൊ എന്താണ് അതും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് അല്ലെ. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു പാമ്പ് കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ കയറി നിന്നിട്ട് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ അതിന് എന്തൊക്കെയായിരിക്കും തോന്നുന്നത്? ഇവൻ എന്തൊരു സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്നൊക്കെയായിരിക്കും ആ പാമ്പിൽ തോന്നുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുപോലെ എന്താണ് ആ ഒരു പാമ്പിന്റെ അല്ലെങ്കിൽ എന്താണ് പാമ്പ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയ ഹോമിയോപ്പതിന്റെ വീട്ടിൽ വരുന്നതും അദ്ദേഹത്തിന്റെ മേത്തൂടെ കയറി ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നതും പറ്റിയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. സോ ടുഡേ we are going to learn about the chapter called, what is the title of the chapter? That is The Snake and the Mirror. Okay. അപ്പൊ ആരായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ? ബിഫോർ സ്റ്റാർട്ടിംഗ് ദി ചാപ്റ്റർ ലെറ്റ്സ് ഹാവ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിന്റെ ഇന്നേ വരെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഇന്നേ വരെ നമുക്ക് അനുഗ്രഹമായി ലഭിക്കാതിരുന്ന ഒരു എഴുത്തുകാരാണ്, അല്ലെങ്കിൽ സുൽത്താൻ അല്ലെ. മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന, ഇതിഹാസം എന്നറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നമുക്കറിയാം, നമുക്കൊരു വാക്യമുണ്ടല്ലേ, ഒന്നും ഇമ്മിണി വലിയ ഒന്ന് അല്ലെ. എന്താണ് ഈ ഇമ്മിണി വലിയ ഒന്ന്? ഇമ്മിണി വലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥകള്, അദ്ദേഹത്തിന്റെ ചെറുകഥ അത്രത്തോളം എന്താണ് നമുക്ക് മനോഹരമാകില്ല, നമ്മുടെ മനസ്സിന്റെ പല അടിത്തട്ടിലേക്കും ആഴ്ന്നിറങ്ങാൻ പറ്റിയ അല്ലെ. ഡൗൺ ടു എർത്ത് ഫീലിംഗ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പച്ചയായ അനുഭവം ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരനാണ് ആര്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അത് മാത്രമല്ല, കാലം എത്ര പിന്നോട്ട് സഞ്ചരിച്ചാലും എത്ര പുറകോട്ട് സഞ്ചരിച്ചാലും എന്താണ് മുന്നോട്ട് സഞ്ചരിച്ചാലും അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തുകൾ എന്താണ് ഒരേ കടലാസിൽ ഇന്നും മായാതെ നിലനിൽക്കുന്ന എഴുത്തുകളാണ് ആരുടെ? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അക്ഷരങ്ങൾ കൊണ്ട് ഈശ്വരനെ വെല്ലുവിളിച്ച എഴുത്തുകാരനായിരുന്നു അല്ലെ. ഹി ചാലഞ്ച്ഡ് ഗോഡ് അല്ലെ. ഈശ്വരനെ വെല്ലുവിളിച്ചു ആര്? വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ബഷീറിന് മരണമില്ല, കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്നും നമ്മുടെയൊക്കെ മനസ്സുകൾ എന്നും നിലനിൽക്കുകയാണ്. അത്രത്തോളം പച്ചയായ എഴുത്തുകളെ അവതരിപ്പിച്ച ആളാണ് ആര്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഈ മഹാനായ എഴുത്തുകാരൻ അല്ലെ. നമുക്ക് നമ്പൂതിരിയുടെയൊക്കെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. അദ്ദേഹമൊക്കെ രചിച്ച അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ വരച്ച ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയായിരുന്നു? അതിലൊരു ബീഡി അല്ലെ, ഒരു ചാരി കസേരയിൽ ഇങ്ങനെ വളർന്നു കിടക്കുകയും ചെറിയ കർഷക തലയായിട്ടും ഒരു കറുത്ത കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഗ്രാമഫോൺ, അതിൽ എന്താണ് സോജ രാജകുമാരി എന്ന് പറയുന്ന ആ ഒരു ഗാനം അല്ലെ, സൈഗാളിന്റെ ആ ഒരു മധുരമായ ശബ്ദമൊക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ചില ഫീച്ചർ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കേണ്ട അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റി നിങ്ങൾക്കറിയാം. എന്റെ ഉപ്പായൊരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് വളരെ 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 കൊച്ചു എന്താണ് നല്ല ഓർമ്മകൾ തരുന്ന ഒരുപാട് നോവലുകൾ, ചെറുകഥകൾ നൽകാൻ കഴിഞ്ഞ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അല്ലെ. പ്രപഞ്ചത്തിൽ അല്ലെ ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ അല്ലെ കയ്യൊപ്പ് പതിഞ്ഞ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫില്, സൃഷ്ടാവിന്റെ ഓട്ടോഗ്രാഫില്
കയ്യൊപ്പ് നൽകിയ അല്ലെങ്കിൽ എന്താണ് ചാലിച്ച ഒരു എഴുത്തുകാരന്മാര് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഈ ഒരു വലിയ ചെറിയ എഴുത്തുകാരൻ. ഓക്കെ, അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമ്മൾ കുറച്ച് അറിഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് ഞാൻ വൈക്കം ബഷീർ പറഞ്ഞത്? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്ററാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ, കമ്മിങ് ടു ദി സ്റ്റോറി, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ചാപ്റ്റർ entitled The Snake and the Mirror. അല്ലെ, ആ ഒരു ചാപ്റ്ററിലൂടെ തന്നെ നമ്മൾ പേരെടുക്കുന്നത് പാമ്പും കണ്ണാടിയും. There are two images, അല്ലെ, two things. അല്ലെ, ഒന്ന് മിറർ, ഒന്ന് ജീവനില്ലാത്ത സാധനം, ജീവനുള്ളൊരു പാമ്പും. അല്ലെ, എന്താണ് ഈ കഥ? എന്താണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നത്? അപ്പൊ ഈ കഥ, the story evolves around, or the story tells about the homeopathic doctor who narrates his own experience of a snake who coiled around his own shoulder. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്വന്തം കഴുത്തിന് ചുറ്റിക്കൂടിയ ഒരു പാമ്പിനെ പറ്റിയാണ് ആര് പറയുന്നത്? നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടറായിട്ടുള്ള ഈ ഒരു കഥയിലെ, അതായത് പ്രധാന കഥാപാത്രമായ ഡോക്ടർ നമ്മുടെ അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണത്. ഈ ഒരു കഥയിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. The Snake and the Mirror. Has a snake ever coiled itself around any part of your body? അതായത് ഹോമിയോപ്പതിക് ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും മേത്ത് ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര, അതൊരു വലിയൊരു പാമ്പ്, വിഷമുള്ള പാമ്പ്. ഓൾ ഓഫ് us fell silent. എല്ലാവരും എന്താണ്? നിശബ്ദരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്ത്. അത് ആരുടെ ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വന്നത്? ഹോമിയോപ്പത്ത് ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ആ ഒരു ചോദ്യം വന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വെർ ഡിസ്കസിങ് സ്നേക്സ്. അപ്പോൾ ഈ ഒരു വിഷയം എങ്ങനെയാണ് വന്നത്? ഇവര് പാമ്പിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴായിരുന്നു. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് എ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് എ ടെയിൽ. അപ്പോൾ ഈ ഒരു കഥ മുന്നോട്ട് പോയപ്പോൾ എന്താണ്? ഞങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ, ആകാംക്ഷയോടെ ഞങ്ങൾ കേട്ടിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അപ്പോൾ നല്ല ചൂടുള്ള സമയമായിരുന്നു, വേനൽക്കാലമായിരുന്നു. അപ്പോൾ രാത്രിയിൽ 10 മണിയായിരുന്നു സമയം. അതായത് ഈ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയം 10 മണിക്കായിരുന്നു. I had my meal at the restaurant and returned to my room. ഇപ്പം എന്താണ് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ മീലൊക്കെ കഴിഞ്ഞിട്ട്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം റൂമിലേക്ക് തിരിച്ചു പോവാണ്. I heard a noise from above as I opened the door. അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. The sound was a familiar one. അദ്ദേഹത്തിന് വളരെ പരിചിതമായിട്ടുള്ളൊരു സൗണ്ടായിരുന്നു അത്, ശബ്ദം. One could say that rats and I shared the room. പുറത്തൊരാൾ നോക്കുകയാണെങ്കിൽ പറയുന്നതാണ്, അദ്ദേഹവും എലികളും തമ്മിൽ മുറി പങ്കുവച്ചിരുന്നു, അതായത് ഷെയർ ചെയ്തിരുന്നു എന്നാണ്. I took out my box of matches and lighted the kerosene lamp on the table. അപ്പോൾ എന്താണ്, ഞാൻ പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിച്ചു. പണ്ടത്തെ നമ്മൾ കെറസിൻ ലാമ്പ് കണ്ടിട്ടില്ലേ? അപ്പോൾ തീപ്പെട്ടി കൊണ്ട് കത്തിച്ചിട്ട് അദ്ദേഹം എന്താണ് കെറസിൻ ലാമ്പ് മേശയുടെ മുകളിൽ വെക്കുകയാണ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ആ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ഇത് സ്മോൾ റെന്റഡ് റൂം, ഇതൊരു ചെറിയ വാടക മുറിയായിരുന്നു. I had just set up a medical practice and my earnings were meager. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു എൻ്റെ ചികിത്സ, അല്ലെങ്കിൽ എൻ്റെ ഡോക്ടറായിട്ടുള്ള ശേഷം ഞാൻ എൻ്റെ പ്രാഥമിക ചികിത്സ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു, പരിശീലനം. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വളരെ പരിമിതമായിട്ടുള്ള വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. I had about 60 rupees in my suitcase. എൻ്റെ സൂട്ട് കേസിൽ, ബാഗിനുള്ളിൽ എനിക്ക് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. Along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. അപ്പോൾ ഞാൻ ധരിച്ചുകൊണ്ടിരുന്ന ഒരു കറുത്ത കോട്ടും അതോടൊപ്പം എൻ്റെ പെട്ടിക്കകത്തുണ്ടായിരുന്ന കുറച്ച് ഷർട്ടുകളും ധോത്തിയും അല്ലെങ്കിൽ മുണ്ടുകളുമായിരുന്നു എൻ്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് ആര് പറയുകയാണ്? നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടർ പറയുകയാണ്. I took off my black coat. ഞാൻ എൻ്റെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ആ ബ്ലാക്ക് കോട്ട് എടുത്തിട്ട് ഞാൻ മാറ്റി. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. അപ്പം അത്ര നല്ലതല്ലാത്ത ഇച്ചിരി മുഷിഞ്ഞതുമായ അതിൻ്റെ കോട്ടിൻ്റെ ഉള്ളിലിട്ടിരുന്ന വെള്ള ഷർട്ട് ഞാൻ മാറ്റിയിട്ടു എന്ന് അദ്ദേഹം പറയാണ്. I opened the 2 windows in the room. ഞാൻ 2 ജനലുകൾ തുറന്നു മുറിയിലുണ്ടായിരുന്നു. It was an outer room with 1 wall facing the open yard. അപ്പം അതൊരു പുറത്തേക്ക് നിന്നൊരു മുറിയായിരുന്നു. അതായത് അതിൻ്റെ ഒരു ഭിത്തി പുറത്തേക്ക്, അതായത് ഓപ്പൺ യാർഡ്, പുറത്തേക്കുള്ള മുറ്റത്തേക്ക് തുറന്നു കിടന്നതായിരുന്നു. It had a tiled roof with long supporting gables and that rested on the beam over the wall. നമ്മുടെയൊക്കെ പണ്ടത്തെ ഓടിട്ട വീടുകൾ കാണാൻ നമുക്ക് കഴിയും കഴുക്കോലുകളില്ലേ, അതാണ് ഗേബിൾസ്. അപ്പോൾ ഈ കഴുക്കോലുകൾ എവിടെയാണ് വന്ന് പതിക്കുക? അതായത് അതിൻ്റെ താങ്ങ് എവിടെയാണ്? ഉത്തരത്തിലാണല്ലേ, ഉത്തരം. അതായത് ഭിത്തിയുടെ മേളിൽ വെക്കുന്ന ഉത്തരത്തെയാണ് എന്ത് പറയുക നമ്മൾ, ബീം അല്ലേ, അതിലാണ് ഈ കഴുക്കോല് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ എന്താണ്, ഓട് മേഞ്ഞ വീടായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. ദർ വാസ് നോ സീലിംഗ്. അതിന് മേളിൽ സീലിംഗ് ഇല്ലായിരുന്നു.
ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീ. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മേളിൽ കൂടെ എന്താണ്, ആ എലികളുടെ നിരന്തരമായ ഓട്ടം അതിലൂടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആ ഉത്തരത്തെ കൂടെ. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. അപ്പോൾ ഞാൻ അദ്ദേഹം ബെഡൊക്കെ തയ്യാറാക്കി കിടക്കാനായിട്ട്, എന്നിട്ട് ഭിത്തിയോട് അടുപ്പിച്ചിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ കടന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെറാന്ത ഫോർ എ ലിറ്റിൽ എയർ ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ എനിക്ക് ഉറക്കം വരാഞ്ഞിട്ട് എന്താണ്, ഞാൻ പുറത്തേക്ക് പോയി കുറച്ച് കാറ്റ് കിട്ടാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കാറ്റിൻ്റെ ദേവത എന്താണ്, കാറ്റ് അത് തിരിച്ചു കൊണ്ടുപോയിരുന്നു. എനിക്ക് തീരെ തണുപ്പ് കിട്ടിയില്ല. 5th paragraph. I went back into the room and sat down on the chair. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് ഞാൻ കസേരയിലിരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത് ദ ടേബിൾ. ഞാൻ താഴെ ഉണ്ടായിരുന്ന പെട്ടി തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. എന്നിട്ടൊരു ബുക്ക് എടുത്തു. എന്തായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്? ദ മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. എ സ്മോൾ കോംബ് ലേസ് ബിസൈഡ് ദ മിറർ. അപ്പോൾ എന്താണ്, ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് എവിടെ വെച്ചത്? മേശയുടെ മുകളിൽ വെച്ചു. മേശയുടെ മുകളിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്? ഒരു ലാമ്പ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു വലിയൊരു കണ്ണാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നില്ല പിക്ചർ. ഒരു ചെറിയൊരു ചീപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം എന്താണ്, കണ്ണാടിയുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു. 6th. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ആർക്കാണെങ്കിലും കണ്ണാടി നോക്കാൻ കൊതിയാവില്ല. നമുക്ക് കണ്ണാടി കാണുമ്പോൾ ഐ ടുക്ക് എ ലുക്ക്. അങ്ങനെ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടറും ഒരു നോട്ടം നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി. അദ്ദേഹത്തിന് വളരെ സൗന്ദര്യാസ്വാദകനായിരുന്നു അദ്ദേഹം ആ സമയത്ത്. സുന്ദരനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻഡ്സം. അപ്പോൾ എപ്പോഴും ഞാൻ എന്താണ്, എന്നെ സുന്ദരനായി കാണപ്പെടാനായിരുന്നു എനിക്കിഷ്ടം. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. അത് മാത്രമല്ലല്ലോ, ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, ഞാനൊരു ഡോക്ടറും കൂടിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും മുമ്പിൽ എൻ്റെ ഒരു സാന്നിധ്യം അറിയിക്കണമല്ലോ. അപ്പോൾ ഞാൻ സുന്ദരനായിരിക്കണം. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. അപ്പോൾ എന്താണ്, ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചീപ്പ് കയ്യിലേക്ക് എടുത്തു, എന്നിട്ടോ മുടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓടിച്ചു. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. അതായത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും കിടന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നേരെയാക്കി. അതായത് നേരെയും വൃത്തിയുള്ള പോലെ ഈരി വെച്ചു. എഗൈൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. വീണ്ടും ഞാൻ ആ സൗണ്ട് മുകളിൽ നിന്ന് കേൾക്കുകയാണ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണാടിയുടെ അടുത്തേക്ക് നോക്കി. ഐ മേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഞാൻ പെട്ടെന്ന് ഒരു പ്രഥമമായ തീരുമാനം എടുത്തു. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം? അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ ദിവസവും ഇനി ഷേവ് ചെയ്യും. അതുപോലെ ഞാനൊരു ചെറിയൊരു മീശ ഞാൻ വളർത്തും. എന്തിനാണ്? ഞാൻ കൂടുതൽ സുന്ദരനായി തോന്നാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. ഞാൻ വിവാഹം കഴിക്കാത്തൊരു ബാച്ചിലറാണ്, അതുപോലെ ഒരു ഡോക്ടറും കൂടിയാണ്. 8th paragraph. I looked into the mirror and smiled. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. വളരെ എല്ലാവരും ആകർഷിക്കുന്ന ഒരു ചിരിയായിരുന്നു അത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ വളരെ പ്രഥമമായിട്ടുള്ള മറ്റൊരു തീരുമാനം എടുക്കുകയാണ്. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഈ ഒരു ചിരി ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് നിലനിർത്തും. ടു ലുക്ക് മോർ ഹാൻഡ്സം. എന്തിനാണ്? ഞാൻ കൂടുതൽ സുന്ദരനായിട്ട് തോന്നാൻ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. വീണ്ടും അദ്ദേഹം പറയാണ്, ഞാനൊരു ബാച്ചിലറാണ്, അതുപോലെ ഒരു ഡോക്ടറും കൂടിയാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. വീണ്ടും മുകളിൽ നിന്ന് ആ ഒരൊച്ച കേൾക്കാണ്, ഇവിടുന്ന് മേൽക്കൂരയിൽ നിന്ന്. ഐ ഗോട്ട് അപ്പ്. ഞാൻ പെട്ടെന്ന് എണീറ്റു. ഒരു ബീഡി കത്തിച്ചു. ആൻഡ് പേസ്ഡ് അപ്പ് ഡൗൺ ഓൺ ദ റൂം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. പെട്ടെന്നാണ് നല്ലൊരു ചിന്ത വന്നത്. ഐ വുഡ് മാരി. ഞാൻ കല്യാണം കഴിച്ചാലോ? I would get married to a woman doctor who had plenty of money and a good medical practice. അപ്പോൾ ഞാൻ ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? ഒരുപാട് പൈസയുള്ള, നല്ലോണം ചികിത്സിക്കാൻ ആൾക്കാരൊക്കെ വരുന്ന നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. അവൾ തടിച്ചിട്ടായിരിക്കണം. എന്തിനായിരുന്നു? ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്. ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കാണിക്കുകയാണെങ്കിൽ ഐ നീഡഡ് ടു റൺ അവേ. എനിക്ക് ഓടേണ്ടി വന്നാൽ ഷീ കുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അവൾ എൻ്റെ പുറകിൽ ഓടി വന്നിട്ട് എന്നെ പിടിക്കാൻ പാടില്ലെന്ന് ആരും പറയാണ്, നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ പറയാണ്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ്. ഈ ചിന്തകളോട് കൂടി ഐ റെസ്യൂംഡ് മൈ സീറ്റ്. എന്താണ്? ഞാൻ എൻ്റെ കസേരയിലേക്ക് ഇരുന്നു. ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അപ്പോൾ മേശയുടെ മുന്നിൽ തന്നെ ഇരുന്നു. There were no more sounds from above. ഇപ്പോൾ ഒച്ചയൊന്നും കേൾക്കുന്നില്ല മുകളിൽ നിന്ന്. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് തന്നെ മുകളിൽ നിന്നൊരു റബ്ബർ ട്യൂബ് വീഴുന്ന ഒരു ഒച്ച ഞാൻ കേട്ടു. മുകളിൽ താഴേക്ക് വീഴുന്ന ഒരു ഒച്ച. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. പേടിക്കാനൊന്നുമില്ല. ഇവൻ സോ ഐ തോട്ട്
ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. ഞാനൊന്ന് വിചാരിച്ചു ഒന്ന് തിരിഞ്ഞ് നോക്കിയാലോ എന്ന്. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഞാൻ തിരിയാൻ നോക്കിയതും എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു തടിച്ച നല്ല വലിപ്പമുള്ളൊരു പാമ്പ് മെല്ലെ ഇഴഞ്ഞു കയറി അല്ലെ, കസാരയുടെ പുറകെ കൂടെ ഇഴഞ്ഞു കയറി എൻ്റെ ഷോൾഡറിന് മേളിൽ വന്നിരുന്നു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വാസ് വെയർ സൈമൾട്ടേനിയസ്. അതായത് പാമ്പ് എൻ്റെ മേളിൽ വന്നിരുന്നു, ഞാൻ തിരിഞ്ഞതും എന്താണ് ഒരേ സമയം. അതാണ് സൈമൾട്ടേനിയസ് എന്ന് പറയുന്നത്. ഐ ഡിഡിൻ ജമ്പ്, ഞാൻ ചാടിയോ ഇല്ല. ഐ ഡിൻ ട്രംബിൾ, ഞാൻ വിറച്ചില്ല. ഐ ഡിൻ ക്രൈ ഔട്ട്, ഞാൻ കരഞ്ഞോ ഇല്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് തിങ്. അപ്പം അതിനൊന്നും ചെയ്യാൻ സമയമില്ലായിരുന്നു. അതിനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പാമ്പ് കൊത്താൻ സാധ്യതയുണ്ട്. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം എബവ് ദി എൽബോ. അപ്പോൾ എന്താണ് ചെയ്തത്, പാമ്പ് എൻ്റെ ഷോൾഡറിന് അതിലൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു കയറാനായിട്ട് തുടങ്ങി. കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം, എൻ്റെ ഇടത്തെ കൈ കൂടെ അദ്ദേഹം ചുറ്റി കയറിയിരിക്കുകയാണ്. എബവ് ദി എൽബോ, മുട്ടിൻ്റെ മുകളിലായിട്ട്. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്, അതിന് പത്തി വിടർത്തിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches അവേ ഫ്രം മൈ ഫേസ്. അതിൻ്റെ തല ഇവിടെ എത്ര ദൂരത്തിലാണ്, അതായത് എൻ്റെ മുഖത്തു നിന്ന് ഒരു 3-4 ഇഞ്ച് ദൂരത്തിൽ മാത്രമേ ഉള്ളൂ. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദെയർ ഹോൾഡിങ് മൈ ബ്രെത്ത്. ഐ വാസ് ടേൺ ടു സ്റ്റോൺ ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. അപ്പം ആണ് അദ്ദേഹം പറയുന്നത്, അതായത് ഞാനവിടെ എൻ്റെ ശ്വാസം പിടിച്ചിരിക്കുകയെന്ന് എനിക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ, എൻ്റെ ഒരു കല്ല് പോലെ ഇരിക്കുകയായിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്, പക്ഷെ എൻ്റെ മനസ്സ് വളരെ ഊർജ്ജസ്വലമായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്, അതായത് അത് വളരെ ഇരുട്ട് പോലെ തോന്നി എനിക്ക്. എൻ്റെ മനസ്സും അതുപോലെ ആ വീട് നിറയെ. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്, റൂം നിറയെ ഇരുട്ട് പോലെ എനിക്ക് തോന്നി. ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. അതായത് ആ വെളിച്ചത്തിൽ, ഞാൻ ഇരുണ്ട വെളിച്ചത്തിൽ എന്താണ്, ഞാനൊരു കല്ല് പ്രതിമയെ പോലെ അവിടെ ഇരുന്നു, ജീവനില്ലാത്തൊരു മനുഷ്യനെ പോലെ അവിടെ ഇരുന്നു. I felt then the great presence of the creator of this world and this universe. അതാണ് എനിക്ക് അപ്പോഴാണ് എന്താണ് ഞാൻ ദൈവത്തെ ഓർക്കുന്നത്, ഈ ഒരു ലോകത്തിൻ്റെ സൃഷ്ടാവിനെ പറ്റിയും പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവ് ദൈവത്തെ ഞാൻ ഓർക്കുന്നു. ഗോഡ് വാസ് ദെയർ, ദൈവം അവിടെ ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട്സ് ദ വേർഡ്സ് ഓ ഗോഡ്. അപ്പോൾ എന്താണ് പറയുന്നത്, അതായത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, അതായത് ചിന്തകൾക്കുള്ളിൽ ഞാൻ എന്താണ് വളരെ ഭംഗിയുള്ള അക്ഷരങ്ങളിൽ ഞാൻ എൻ്റെ ഹൃദയത്തിന് മുകളിൽ എഴുതാൻ കുറിച്ചു. എന്താണ്, ദൈവമേ എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം പറയുന്നത്. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. പാമ്പ് ചുറ്റിയിരിക്കുകയാണ്, നല്ല വലിപ്പമുള്ള പാമ്പ്. അപ്പം കൈ എന്താണ് വേദനിക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലീഡൻ റോഡ് നോ എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. അതെന്താണ്, നല്ല പഴുപ്പിച്ച കമ്പി എങ്ങനെയാണോ അതിൻ്റെ കനം എങ്ങനെയാണ് അതുപോലെയാണ് എന്ത് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത്. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. അപ്പം അതുപോലെയായിരുന്നു എന്ത്, എൻ്റെ കൈ അവന് ഇറുക്കാൻ തുടങ്ങിയത്. പാമ്പ് ക്രഷ് ചെയ്യുക എന്ന് വെച്ചാൽ ഇറുക്കുക അല്ലെങ്കിൽ മുറുകെ പിടിക്കുക. ദി ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. എൻ്റെ കയ്യിലെ ശക്തി മൊത്തം പോയി. വാട്ട് കുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യും. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാൻ എന്ത് ചെയ്താലും എന്താണ്, പാമ്പ് എന്നെ കൊത്തും. ഡെത്ത് ലേർക്ഡ് 4 inches അവേ. മരണം എൻ്റെ 4 ഇഞ്ച് ദൂരെ കാത്തിരിക്കുകയാണ്. സപ്പോർട്ട് സ്ട്രക്ക്, പാമ്പിനെ കടിച്ചാലോ. വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാവ് ടു ടേക്ക്. എന്ത് മരുന്നാണ് ഞാൻ എടുക്കുക. ദർ വേർ നോ മെഡിസിൻസ് ഇൻ ദ റൂം. റൂമിലൊന്നും ഒരു മെഡിസിൻ പോലും ഇല്ല. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി തന്നെ ചിന്തിക്കുകയാണ്, ഞാനൊരു മണ്ടനും ഒന്നും അറിയാത്തൊരു ഡോക്ടറായിരുന്നു. ഐ ഫർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈ സെൽഫ്. ഞാൻ എൻ്റെ അപകടത്തെ പറ്റിയും മറന്നുപോയി അല്ലേ. എന്താണ്, ഞാൻ ഈ ഒരു ഇതിനെപ്പറ്റി ചിരിക്കുകയാണ് ഓർത്തിട്ട്. It seemed as if God appreciated that. The snake turned its head. ദൈവത്തിന് അത് ഇഷ്ടമായി തോന്നുന്നു. എന്ത്, ഞാൻ വളരെ എളിമപ്പെട്ട ദൈവത്തിന് ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ എന്താണ്, പാമ്പ് അതിൻ്റെ തല തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ, എന്നിട്ട് അതിൻ്റെ പ്രതിബിംബം കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഐ ഹാവ് ലുക്ക്ഡ് ഇൻ ടു എ മിറർ. അപ്പോൾ എന്താണ്, ഞാൻ അവകാശപ്പെടുന്നില്ല എന്ത് ഇതായിരിക്കും ലോകത്തിലെ ആദ്യത്തെ പാമ്പ്, എന്ത് കണ്ണാടിയിലേക്ക് നോക്കുന്ന ആദ്യത്തെ പാമ്പ് ഇതായിരിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൺ അത് സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ദ മിറർ. പക്ഷേ ഇത് എനിക്ക് ഉറപ്പായിരുന്നു പാമ്പ് കണ്ണാടിയിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അത് അതിൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണോ. ഇനി വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് മുസ്റ്റാഷ് ഓർ യൂസിങ് ഐ ഷാഡോ. ഇനി മീശ വളർത്താനോ, അല്ലെങ്കിൽ എന്താണ് കണ്ണിൽ കൺമഷി എഴുതാനോ അല്ലേ, മസ്കര ഓർ വെയറിങ് എ വെർമീലിയൻ സ്പോട്ട്, ഒരു പൊട്ട് തൊടാനൊക്കെയാണോ, അതിൻ്റെ നെറ്റിയിൽ അത് പൊട്ട് തൊടാനൊക്കെയാണോ അത് ആലോചിക്കുന്നതെന്ന് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ചിന്തിക്കുകയാണ്.
ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൺ. എനിക്കൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്. അത് പെണ്ണാണോ ആണോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഐ വിൽ നെവർ നോ. എനിക്കതൊരിക്കലും പറയാൻ പറ്റില്ല. ഫോർ ദ സ്നേക്ക് അൺവുണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്. എൻ്റെ കയ്യിൽ നിന്ന് അത് മെല്ലെ ഓടിനിറങ്ങിയിട്ട് എന്ത് ചെയ്തു, എൻ്റെ മടിയിലേക്ക് എത്തി. ഫ്രം ദെയർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ. എന്നിട്ട് മെല്ലെ മേശേൻ്റെ മുകളിലേക്ക് അത് നിന്ന് മൂവ് ടുവേഴ്സ് ദ മിറർ. എന്നിട്ട് കണ്ണാടി മുന്നിലേക്ക് പോയി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ പ്രതിബിംബം കുറച്ചുകൂടി അടുത്ത് നിന്ന് ആസ്വദിക്കാനായിട്ട് പാമ്പിന് ആഗ്രഹമുണ്ടായിരുന്നു. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. അപ്പം ഞാൻ എന്താണ്, ഒരു കല്ല് പ്രതിമയെ പോലെയായിരുന്നു. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പെട്ടെന്ന് തന്നെ ഞാനൊരു ജീവനുള്ളൊരു മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. അപ്പം എൻ്റെ ശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എണീറ്റു. ഐ ക്വയറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ദ വരാന്ത. മെല്ലെ ഞാൻ എന്ത് ചെയ്തു, ഡോർ വഴി ഞാൻ വരാന്തയിലേക്ക് ഓടി. ഫ്രം ദർ ഐ ലെഫ്റ്റ് ഇൻ ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. അങ്ങനെ ഞാൻ വരാന്തയിൽ നിന്ന് ഇറങ്ങി ഓടി. ഈച്ച് ഓഫ് us heaved a sigh of relief. കഥ കേട്ടപാടെന്നാണ് എല്ലാവരും വലിയൊരു ശ്വാസം വിട്ടു. All of us lit BDs. Somebody asked, Doctor, is your wife very fat? അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിച്ചു, ഡോക്ടറുടെ വൈഫ് ഭാര്യ വളരെ തടിച്ചിട്ടാണോ? ഡോക്ടർ പറഞ്ഞു, ഗോഡ് വിൽഡ് അതർവൈസ്. ദൈവം മറ്റൊന്നാണ് വിധിച്ചത്. മൈ ലൈഫ് കമ്പാനി ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് സ്പ്രിൻറ്റർ. എന്താണ്, വളരെ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരു ഓട്ടക്കാരിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഭാര്യ. Someone else asked, Doctor, when you ran, did the snake follow you? നിങ്ങൾ ഓടിയപ്പോൾ നിങ്ങളെ പാമ്പ് പിന്തുടർന്നില്ലേ? The doctor replied, ഡോക്ടർ എന്താ പറഞ്ഞ്, I ran and ran till I reached a friend's house. അപ്പോൾ ഞാൻ ഓടി അവിടെ എന്താണ്, എൻ്റെ കൂട്ടുകാരനെ വിടുന്നവർ ഓടി. Immediately I smeared oil all over myself and took a bath. ഉടനെ തന്നെ എൻ്റെ മേത്ത് മൊത്തം എന്താണ് എണ്ണ തൂത്തിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി. I changed into fresh clothes. പെട്ടെന്ന് തന്നെ ഞാൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. The next morning at about 8:30 I took my friend and 1 or 2 others to my room to move my things from there. പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ ഒന്ന് കൂട്ടുകാരെ കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ആ റൂമിൽ നിന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി പോവാണ്. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഇതേ ഇരിക്കണം ആണ് പാമ്പ് കടിച്ചവന് തല ഇടുത്തി വിടും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്താണ് അവസ്ഥയായി. അപ്പോൾ എന്താണ്, നമ്മുടെ റൈറ്റർ ചെല്ലുമ്പോൾ നമ്മുടെ 9 കിലോമീറ്റർ വരുമ്പോൾ ഒരു കള്ളം കയറി എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി. The room had been cleaned out. അടിച്ച് വൃത്തിയാക്കിയാണ് പോയത്. ബട്ട് നോട്ട് റിയലി. തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. പക്ഷെ കള്ളൻ അവസാനം ഒരു സാധനം മാത്രം അദ്ദേഹത്തെ നാണം കെടുത്തുന്ന രീതിയിൽ ഉപേക്ഷിച്ചു പോയി. അതെന്തായിരുന്നു? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ഡ്. എന്തായിരുന്നെന്ന് ഒരാൾ ചോദിച്ചു. ദ ഡോക്ടർ സാറ്റ് മൈ വെസ്റ്റ് ദ ഡേർട്ടി വൺ. ഡോക്ടർ പറഞ്ഞു, എൻ്റെ ബനിയൻ, ഉള്ളിലിടുന്ന ആ ഒരു ഇന്നർ ബനിയൻ, ഏറ്റവും മുഷിഞ്ഞിട്ടുള്ള അത് മാത്രം അവൻ അതോടെ ഇട്ടിട്ട് പോയി. ദ ഫെല്ലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. അവൻ അത്രയ്ക്കും വൃത്തിയുള്ള ഒരു കള്ളനായിരുന്നു. The rascal could have taken it and used it after washing it with soap and water. അവനത് എടുത്തുകൊണ്ട് പോയിട്ട് സോപ്പിട്ട് കഴുകി ഉപയോഗിക്കാമായിരുന്നു. Did you see the snake next day, doctor? പിറ്റേ ദിവസം നിങ്ങൾ ആ പാമ്പിനെ കണ്ട ഡോക്ടർ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, I have never seen it since. It was a snake which was taken with its own beauty. ഞാൻ ആ പാമ്പിനെ പിന്നീട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. കാരണം ആ പാമ്പ് ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വന്നൊരു പാമ്പായിരിക്കാം എന്ന് അദ്ദേഹം അനുമാനിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കഥ വൈൻഡപ്പ് ചെയ്യുന്നത്.